നമസ്കാരം. ഇത് ചില അപൂർവം ചില സ്ത്രീകളുണ്ട്, അവരെക്കുറിച്ചാണ്. അതായത് സാധാരണ സ്ത്രീകൾ കുറേ നേരം ഈ ഫോർ പ്ലേ ചെയ്യണം, എന്നിട്ട് കളിച്ചാലാണ് പൊതുവെ സ്ത്രീകൾക്ക് വെള്ളം വരുള്ളൂ, ഓർഗാസം വരുള്ളൂ. എന്നാൽ ചില സ്ത്രീകൾ, എൻ്റെ എക്സ്പീരിയൻസിൽ, നമ്മൾ കളിക്കുമ്പോൾ ഒരു 4 അടി അടിക്കുമ്പോൾ തന്നെ വരുന്ന പെണ്ണുങ്ങളുണ്ട്. അവർക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവർ കിടന്ന് തട്ടിപ്പെടയിലും മുഖമൊക്കെ ഇങ്ങനെ കാവ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തൊരു സ്ത്രീയുണ്ട്. അവർക്കൊരു 50 വയസ്സൊക്കെ ഉണ്ടാവും. അവർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നാൽ വേഗം പറയും. നമ്മൾ അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും അവർക്ക് ആവശ്യമില്ല. വേഗം കളിക്കാൻ പറയും. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഒലിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ത്രീക്ക് പെട്ടെന്ന് വരും. ചിലപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ 2 പ്രാവശ്യമൊക്കെ വരും. അങ്ങനത്തെ സ്ത്രീകളെ വേറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ സ്ത്രീകളെ കിട്ടുന്ന ഭർത്താക്കന്മാർക്ക് സുഖമാണ്. കാരണം വലിയ പണിയൊന്നും എടുക്കണ്ട, നമ്മൾ കളിക്കുമ്പോൾ തന്നെ അവർക്ക് വന്നോളും. അപ്പോൾ ഇവർക്ക് ധൃതിയാണ്, ഭർത്താവില്ല. അപ്പോൾ ചെന്ന ഉടനെ അപ്പോൾ ഇവർക്ക് മോളുണ്ട്. മോള് ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് ഏതൊക്കെ വീട്ടിൽ. ആ മോളെ ഞാൻ കളിച്ചത് അതും പറയും ഈ കൂട്ടത്തിൽ. മിക്ക ദിവസം ഞാൻ പോയി എടുത്തു കൊടുക്കാൻ ചേച്ചി. അവർ 11 മണിയൊക്കെ ആകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായിട്ടാണ് നിൽക്കണ്ടോ. മോള് 10 മണിക്കാണ് കുളിക്കൽ, ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ്. ഞാൻ 2 കാണലുണ്ട് കുളി. അന്നൊക്കെ ഈ മറപ്പരാണ്. അപ്പോൾ ഞങ്ങളുടെ ചേച്ചിയുടെ വീടിൻ്റെ ആ ഭാഗം ശരിക്ക് അതിലൊന്നും ആൾക്കാർ വഴി നടക്കാത്ത സ്ഥലമാണ്. അപ്പോൾ ഓപ്പണായി കിടന്നല്ലോ, ആരും ശ്രദ്ധിക്കില്ല. ഞാൻ തലതെറിച്ചവനിങ്ങനെ ഒളിഞ്ഞു നോക്കണവർക്ക് അറിയില്ലല്ലോ. മോൾക്കൊണ്ട് 10-20 വയസ്സൊക്കെ. അപ്പോൾ ചേച്ചിയുടെ മോന് 1-ാം ക്ലാസ്സിലാണ്. ഇതിന് അക്ഷരം പറഞ്ഞു കൊടുക്കാനൊക്കെ ഇത് വരും. എല്ലാ ദിവസവും വരും. ശനിയാഴ്ച പകൽ കുറച്ചധികം നേരം എടുക്കും. ഞായറാഴ്ച, അതായത് അവർക്ക് വലിയൊരു വരുമാനമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പൈസ അതിന് കൊടുക്കും. അതങ്ങനെ 2-3 വീട്ടിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവള് വന്നിട്ട് ഹാഫ് സ്കർട്ട് ഇടുക, പരപ്പാവാട, ഇവിടെയൊക്കെ കാണും. ഈ അമ്മേൻ്റെ അതേ മുഖച്ചായം, നോട്ടോ കണ്ടാലറിയാം പെണ്ണിന് കുറച്ച് ഇളക്കമുള്ളതാണ്. ഇവള് കുളിക്കാൻ കയറിയാൽ എപ്പോഴും ഈ സാധനത്തുമ്മേൽ ഇങ്ങനെ കുറേ നേരം കളിക്കും. അവളുടെ വാണടിക്കലല്ല, എന്നാലും അവിടെയൊക്കെ വന്ന് ഇങ്ങനെ സിമുലേറ്റ് ചെയ്ത് കൊടുക്കണ ഞാൻ കാണലുണ്ട്. ഇൻട്രസ്റ്റഡ് പെണ്ണാണ്. അപ്പോൾ ഇവൾ വന്ന് പഠിപ്പിക്കണ കസേര ഉണ്ടല്ലോ, ഇപ്പം ആ കസേര കാണാനില്ല. ഒരു സൈസ് പ്ലാസ്റ്റിക്കിൻ്റെ കെയിനും കൊണ്ട്, ഇരുമ്പിൻ്റെ ഫ്രെയിമാണ്, കെയിനിങ്ങനെ മെടഞ്ഞുണ്ടാക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെയാണ് ഹാൻഡ് റെസ്റ്റൊക്കെ. അപ്പോൾ കുട്ടീനെ ഒരു ചെറിയ കസേരമേൽ അതേപോലത്തെ ഒരു കസേരമേൽ തന്നെ ഇരുത്തും. ഇങ്ങനെ 2 കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അക്ഷരങ്ങൾ ആ ഈ ABCD ഒക്കെ എഴുതാൻ പഠിപ്പിക്കും. അങ്ങനെ ഞാനവിടെ ഇരിക്കുന്നുണ്ട് സോഫയമേൽ. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ തന്നെ നോക്കും. അതിൻ്റെ ഇടയ്ക്കൊരു സംഭവമായിട്ട് ഈ കുട്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞ് എന്തോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പോയപ്പോൾ ഈ കസേര കണ്ട് മറിഞ്ഞിട്ട് ഇവളാണ് വീണപ്പോൾ ഉണ്ട് ഒരു കാല് മടങ്ങിയാൽ നിൽക്കണം. ഇവളുടെ ചുമന്ന ഷഡ്ഡി കണ്ട് നല്ല വെളുത്തത്തോടെയൊക്കെയാണ്. ഒരാൾ വീണതല്ലേ, ഞാൻ വേഗം അവളെ എണീപ്പിക്കാൻ ചെന്ന. എൻ്റെ ഇടത്തെ കൈ കൊണ്ട് അവളുടെ കൈമേ പിടിച്ച് ഉയർത്തി വലത്തെ കൈ ഷഡ്ഡിയുടെ പുറത്തുകൂടി അവളുടെ സാധനത്തുമ്മേൽ അമർത്തി. ഒരു 2-3 സെക്കൻഡ് കൈ അവിടെ ഹോൾഡ് ചെയ്ത് പെണ്ണാകെ ഞെട്ടിപ്പോയി. കാരണം കേന്ദ്രസ്ഥാനത്തല്ലേ കൈ വെച്ചത്. അതിൽ ഞാൻ മെല്ലെ ഇവിടെ എണീപ്പിക്കുമ്പോൾ
നല്ലോണം ഒന്നും കൂടി അവിടെ ഒഴിഞ്ഞു കൊടുത്ത്. അപ്പം ചേച്ചി അന്ന് അവിടെ ഇല്ല. ചേച്ചി അന്ന് എന്തോ നോവല് എന്തൊക്കെ പറഞ്ഞ് പോയേക്കാം. ഈ കുട്ടി അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പം ഞാൻ കുട്ടിക്കൊരു കളിപ്പാട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടും ഈ പെണ്ണിനെ കൊണ്ട് ബെഡ്റൂമിൽ കയറി പോയി. ആ കിട്ടിയ നേരം കൊണ്ട് ഞാൻ നന്നാക്കി കിസ് ചെയ്ത് ചുണ്ടൊക്കെ. ഈ പെണ്ണ് ഇതെന്തോ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അതുമേലൊക്കെ കയറി പിടിച്ചാൽ പിന്നെ ഏത് പെണ്ണും ചോദ്യം പറച്ചിലൊന്നുമില്ല. അതാണ് പറയുന്നത്, ചില ആൾക്കാർ നമുക്ക് അങ്ങനെ ചെയ്യാൻ ധൈര്യം വരും. ആ ധൈര്യം എവിടെ നിന്നാണ് വരണമെന്നറിയാം. അത് അവർ തന്നെ വരുത്തണത്. അവരുടെ പെരുമാറ്റം, അവരുടെ നോട്ടം, ഇതൊക്കെ അതിൻ്റെ ഒരു ഘടകമാണ്. ഇതിനെ കയറി പിടിച്ചാൽ പ്രശ്നമില്ലെന്ന് നമുക്ക് തോന്നും. ആ തോന്നൽ തെറ്റില്ല. അതിന് ഞാൻ കൊണ്ടുപോയി കട്ടിലുമേ കിടത്തി സദ്യ കോരി അതുമേലൊക്കെ നാക്കൊക്കെ ഇട്ടാലോ പെണ്ണിനെ ത്രില്ലാക്കി. വാതിലാണ് അടച്ചത്, കാരണം കുട്ടിയാണ് വരില്ലേ. അന്ന് തുടങ്ങിയ അതിനെ കളി. സൂപ്പർ പെണ്ണ്. പ്രേമഗ്രിമൊന്നുമില്ല, വെറും പരിപാടി ബന്ധം മാത്രം. അതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ബസ്സിൽ വെച്ചിട്ട് വേണ്ടിയത് എൻ്റെ അയൽവാസി അവളുമായിട്ട് പ്രേമം അങ്ങനത്തെ മണ്ണാകട്ട റിലേഷൻഷിപ്പ് ഒന്നുമില്ല. പുള്ളി കളി കുറേ കാലം കളിച്ച് അത് കഴിഞ്ഞ് അവരൊക്കെ കല്യാണം കഴിച്ച് പോയി സുഖമായിട്ട് ജീവിക്കണം. അവിടെ ഒന്നൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അമ്മയാണ് സൂപ്പർ. കാരണം അങ്ങനത്തെ പെണ്ണുങ്ങളെ കളിക്കുമ്പോൾ നമുക്കൊരു ത്രില്ല. അവർക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് ഒരു ത്രില്ല് കിട്ടുക. അവർക്ക് 1-2 പ്രാവശ്യമൊക്കെ. എനിക്കൊക്കെ നല്ല മൂടാണെങ്കിൽ കുറേ നേരം ടൈമിങ് കിട്ടും. അപ്പോൾ അതിനെ ഒരു ദുരാപടി കിട്ടും. അതിന് സെക്കൻഡുകൾ മതി. അതേപോലത്തെ വേറൊരു പെണ്ണും കൂടി ഉണ്ട് ലൈഫിൽ. 1 അല്ല 2-3 പെണ്ണുങ്ങളുണ്ട്. അതിൽ ഒരുത്തിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ കയറി കളിക്കണം. അവൾക്ക് ഒരു 4 അടി അടിച്ച് അവൾക്ക് വരും. പിന്നെ അവൾ ഇറങ്ങും. പിന്നെ നമ്മൾ കളിച്ചു കൊടുത്താൽ പിന്നെ അവൾക്ക് വരും. ഫസ്റ്റ് ഇത് ചെയ്യണം. പക്ഷെ ഭർത്താവിന് ചെയ്തു കൊടുക്കില്ല. കാരണം ഇവളിവിടെ നിന്ന് പഠിച്ചെന്ന് സംശയാലും വേണം അവൻ. അവളെ പഠിപ്പിച്ചത് അവളുടെ അമ്മേൻ്റെ ആങ്ങളെ. മനസ്സിലായ മിക്ക പെണ്ണുങ്ങൾക്കും ഉണ്ട് ഇങ്ങനത്തെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം പിന്നെ അങ്ങനല്ല. ഇപ്പം അങ്ങനത്തെ അറ്റംപ്റ്റ് ആരും ചെയ്യുമില്ല. അല്ലെങ്കിൽ കേസ്, കോടതി, പീഡനം. ഇപ്പം ഇതിനൊന്നൊരു നിലവിലില്ലാതായി. പണ്ടെന്ന് പറഞ്ഞ ഈ സാധനം പരിപാടിക്കുള്ളതാണ്, എപ്പോഴെങ്കിലും ഒന്ന് എടുത്താൽ കുഴപ്പമില്ല എന്നൊക്കെ ബോധ്യമുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് ഉണ്ടായത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്. ഇപ്പം ഇതെന്തോ മഹാപരാധം ചെയ്യണം പോലെ തോന്നിയാസം, വൃത്തികേട്. ഈ സെക്സ് വൃത്തികേടാണെന്ന് ആരാ പറഞ്ഞേ? അത് കണ്ടുപിടിച്ചവനാണ് ആദ്യം കിട്ടേണ്ടത്. സെക്സ് വൃത്തികേടാണെന്ന് പറയാൻ പാടില്ല. ഇത്ര നല്ല മനോഹരമായിട്ടുള്ളൊരു കലാപരിപാടിനെയാണ് ആ പറഞ്ഞത് വൃത്തികേട്, തോന്നിയാസം. എൻ്റെ വീഡിയോനെ തന്നെ നാളൊരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഫുള്ള് തോന്നിയാസമല്ല അതിലെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ അനുഭവങ്ങളല്ലേ, അതിലൊക്കെ ഇച്ചിരി തോന്നിയാസമൊക്കെ ഉണ്ടാവും സാറേ പറഞ്ഞു. അപ്പം അദ്ദേഹത്തെ വേറൊരു പോലീസുകാരനെ കാണിച്ചു കൊടുത്തത്. ആ ആൾ നമ്മളെ ഇവിടെ വരുന്ന ആളല്ലേ. അപ്പം എൻ്റെ ഗൺ ലൈസൻസിൻ്റെ ഇതിന് 3 മാസം കൂടുമ്പോഴൊക്കെ അതുകൊണ്ടേ കാണിക്കണേ തോക്ക്. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോകാറുണ്ട്. അപ്പം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഞാനൊരു സെലിബ്രിറ്റിയായി മാറിയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല, ഉള്ള കാര്യമല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.